മക്കളെ ഇന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന കുഴിമന്തി 2 ശവായി നിങ്ങളെ കോവയ്ക്ക മാമൻ തട്ടിയേട്ടാ. അപ്പൊ നമ്മൾ ഇന്നും പട്ടിണിയാ. അങ്ങനെ ഞാൻ എന്റെ മക്കളെ പട്ടിണിക്കിടോ. പിന്നെ ഒരു കുഴിമന്തി ഞാൻ എക്സ്ട്രാ വാങ്ങിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. എന്നാ കാഞ്ഞ ബുദ്ധിയാച്ചാ. എങ്കിൽ പിന്നെ എടുത്തിട്ട് വാച്ചാ, നമുക്ക് കഴിക്കാം. ഒന്ന് പതുക്കെ പറ. മന്തിന്ന് കേട്ട കുഴിന്ന് ചാടി എണീറ്റ് വന്ന ടീമാണ് നിങ്ങളെ മാമൻ. എന്താണ് ഇവിടെ കുഴിയുടെ കാര്യമൊക്കെ പറയണായിട്ട്? അയ്യോ കുഴിയല്ല മാമ, കോഴി. നമ്മളെ വാസന്തി കോഴി മുട്ടയിട്ട കാര്യം പറഞ്ഞത്. ആ മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. നാളെ എനിക്ക് 25 മുട്ട വേണം, ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ. പോയാ നിനക്ക് എന്തിനാ കേട്ടാ 25 മുട്ടയുടെ പൈസ ഞാൻ എവിടെ നോപ്പിക്കും. സോറി അച്ഛാ. അത് വിട് അച്ഛാ. നമ്മൾ കുഴിമന്തി എപ്പോഴും കഴിക്കും. അങ്ങേര് ഉറങ്ങി കഴിയുമ്പോ നമുക്ക് കഴിക്കാം. പെട്ടെന്ന് വാടാ, അങ്ങേര് ഉറങ്ങി. സ്വന്തം വീട്ടിൽ നിന്ന് ഒളിച്ചു വെച്ച ആഹാരം തിന്നിട്ട് അവസ്ഥ വന്നല്ലേ ടീച്ചറാ. ആഹാരം ഒന്ന് പറയലേടെ, അങ്ങേര് പേടിക്കും. മാധവൻ മാമൻ കുഴിമന്തി. ഉറപ്പൊന്നുമില്ലേ എന്റെ കുഴിമന്തി? ഇതെങ്ങനെ അറിഞ്ഞടാ? അത് മാധവ മാമന് വിശക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്ത് കൊടുത്തത്. അമ്മ ഇങ്ങനെ വയറ്റിൽ മൊത്തം കൊക്കോ പുഴു പിരിച്ചെടുക്കണമെന്നാണ് തോന്നുന്നത്. ഇത് കൊക്കോ പുഴുന്നും അല്ലടാ, ഏതാ കൂടിയതിന്റെ സാധനമൊന്നും.